നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ഉത്രാടം നക്ഷത്രത്തെ കുറിച്ചാണ്. ഉത്രാടം നക്ഷത്രത്തിന്റെ 2026 വർഷത്തെ ചൈനീസ് അസ്ട്രോളജി ഫലമാണ് പറയുന്നത്. അപ്പോൾ ഈ ചൈനീസ് അസ്ട്രോളജിയില് ഇപ്പോൾ നടക്കുന്നത് കുതിര വർഷമാണ്. ഈ കുതിര വർഷത്തില് ഉത്രാടം നക്ഷത്രം അടങ്ങുന്ന രാശിയുടെ ഫലങ്ങൾ എടുക്കുകയും അതിൽ ഉത്രാടം നക്ഷത്രത്തിന്റെ സ്ഥാനം നമ്മൾ നിർണയിക്കുകയും അതിനുശേഷം ചൈനീസ് അസ്ട്രോളജിയിലുള്ള ഫലം മലയാളത്തിലേക്ക് നമ്മൾ വിവർത്തനം ചെയ്യുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഉത്രാടം നക്ഷത്രക്കാര് ആദ്യമായിട്ട് അറിയേണ്ടത്, ഈ വർഷം ഉത്രാടം നക്ഷത്രക്കാർക്ക് ചൈനീസ് അസ്ട്രോളജിയിൽ പറയുന്ന 7 എന്ന സംഖ്യ വളരെ ഭാഗ്യമുള്ള സംഖ്യയാണെന്നും അതുപോലെ തന്നെ കറുത്ത നിറം വളരെ ഭാഗ്യമുള്ള നിറമാണെന്നുമാണ് പറയുന്നത്. അത് ഈ വർഷത്തെ കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഈ ഉത്രാടം നക്ഷത്രക്കാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ തുളസിച്ചെടി എന്ന പോലെ തന്നെ ചൈനീസ് അസ്ട്രോളജിയിൽ പ്രാധാന്യമുള്ളതാണ് ലക്കി ബാമ്പു. അതുകൊണ്ട് തന്നെ ലക്കി ബാമ്പുവിന്റെ 7 തണ്ടുകൾ എന്ന് പറയുമ്പോൾ 1 അടി അല്ലെങ്കിൽ 1.5 അടി നീളമുള്ള 7 തണ്ടുകൾ. ഇതിൽ ഇല ഉണ്ടാവണം. ഇതിന് കേടുപാടുകളോ ഇലകൾക്ക് കേടുപാടുകളോ ഉണ്ടാവാൻ പാടില്ല. ഇവ 7 എണ്ണം എടുത്തതിന് ശേഷം ഒന്നിച്ച് കറുത്ത റിബൺ കൊണ്ട് ചേർത്ത് കെട്ടുക. കാരണം കറുത്ത നിറം നിങ്ങൾക്ക് ഭാഗ്യമുള്ള നിറമാണ്. അതിനുശേഷം ഒരു ഗ്ലാസ് ബൗളിലോ ഒരു ബോട്ടിലിലോ ഇത് ഇട്ട് വയ്ക്കുക. ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. 7 ചെറിയ കല്ലുകളും ഇട്ട് നിങ്ങളുടെ കിടപ്പ് മുറിയിൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് കണി കാണാവുന്ന രീതിയിലുള്ള ദർശനത്തിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മളുടെ ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ ഏറ്റവും സൗഭാഗ്യമുള്ള കണികൾ കാണുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഉത്രാടം നക്ഷത്രക്കാർ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇനിയും ഉത്രാടം നക്ഷത്രക്കാരുടെ ഫലത്തിലേക്ക് കിടക്കുകയാണ്. ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഉത്രാടം നക്ഷത്രക്കാര് 2026 ചൈനീസ് അസ്ട്രോളജി പ്രകാരം കുതിരവർഷം. ഇവരുടെ ജീവിത നിലവാരം പ്രതീക്ഷിച്ചതിലുപരി ഉയരുന്ന ഒരു സാഹചര്യമാണ് 2026 ആദ്യം കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പഠിച്ചിറങ്ങിയ ആളുകൾക്കൊക്കെ പഠിച്ച വിദ്യയോടനുബന്ധമായിട്ട് തൃപ്തിയുള്ള ഒരു ഉദ്യോഗമൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിദേശ ബന്ധമുള്ള ബിസിനസ്സുകളൊക്കെ തുടങ്ങുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സംയുക്തമായിട്ടുള്ള സംരംഭങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത്. ചതിയൊക്കെ പറ്റാനുള്ള ഒരു സാധ്യത ഉണ്ട്. നിങ്ങളുടെ ആത്മവിശ്വാസവും കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും തുടങ്ങിയവ എല്ലാ പ്രവർത്തനക്ഷമതയ്ക്കും വഴിയൊരുക്കും. ഇത് ആഗ്രഹ സാഫല്യീകരണത്തിനൊക്കെ വഴിയാക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ വളരെയധികം അനുകൂലമായിട്ടുള്ള അവസരങ്ങളും ഒക്കെ വന്നു ചേരുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിച്ച വിഷയത്തിൽ പഠന പദ്ധതിക്കൊക്കെ ചേരാൻ കഴിയുന്നതാണ്. സ്കോളർഷിപ്പോട് കൂടിയൊക്കെയുള്ള പാഠ്യപദ്ധതിക്കൊക്കെ ചേരാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല അവസരങ്ങളും അംഗീകാരവും ബഹുമതിയും ഒക്കെ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് ഭവനഭാഗ്യമൊക്കെ വരുന്നുണ്ട്. കൂടുതൽ വിസ്തൃതിയുള്ള ഭവനമൊക്കെ വാങ്ങിച്ച് താമസിക്കാനൊക്കെയുള്ള ഒരു അവസരം ഉണ്ടാകുന്നുണ്ട്. ഉത്രാടം നക്ഷത്രക്കാര് ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ 2026 ഭവനമില്ലാത്തവർക്കൊക്കെ ഭവനം ഉണ്ടാക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ചിന്തകൾക്ക് അതീതമായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. ഇതുകൊണ്ട് ആത്മവിശ്വാസവും ആഹ്ലാദവും എല്ലാം ഉണ്ടാവുന്നതാണ്. നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിൽ ആത്മാഭിമാനമൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയം കൂടിയാണ്. അർഹമായിട്ടുള്ള രീതിയിലുള്ള ആദരണീയമായിട്ടുള്ള സ്ഥാനമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഈ സമയത്ത്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ അഹന്ത വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാം വിനയത്തോടുകൂടി സ്വീകരിക്കുവാൻ ശ്രമിക്കുക. എന്നിരുന്നാലും കുടുംബത്തിന്റെ വ്യാകുലമായ മനസ്സിനെയൊക്കെ നിയന്ത്രിക്കുന്നത് കുടുംബത്തിലെ സമാധാനവും സ്വസ്ഥതയും ഒക്കെ നിലനിർത്താൻ സഹായിക്കുന്നതാണ്. കുടുംബത്തിലെ ആളുകളുടെ മനസ്ഥിതിയും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് കാലമായിട്ട് കിട്ടാതെ കിടന്നിരുന്ന കടം കൊടുത്ത പണമൊക്കെ തിരികെ ലഭിക്കുന്നതാണ്. മറ്റുള്ളവരുടെ ഉയർച്ചയിലൊക്കെ നിങ്ങൾ ആനന്ദം കണ്ടെത്തുന്നുണ്ട്. അവസരങ്ങളൊക്കെ പരമാവധി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് പുതിയ വാഹനം വാങ്ങുകയോ പഴയ വാഹനം മാറ്റി വാങ്ങുവാനോ ഒക്കെയുള്ള യോഗം ഉണ്ടാവുന്നുണ്ട്. പുതിയ ഭരണ സംവിധാനം പ്രയോജനകരമാകുന്ന വിധത്തില് നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. അസാധ്യമെന്ന് തോന്നിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വർഷം സാധിച്ചു കിട്ടുന്നതാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യം വളരെ ഉന്നതിയിൽ എത്തി നിൽക്കുന്ന ഒരു വർഷം കൂടിയാണ്. ഈ വിദ്യാഭ്യാസത്തോടനുബന്ധിച്ച് ഉദ്യോഗമൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കലാകായിക മത്സരങ്ങളിലൊക്കെ ഈ വർഷം പകുതിയോടുകൂടി നിങ്ങൾ പരിശീലനം തുടങ്ങുന്നതാണ്. ചില നീതിന്യായ വ്യവസ്ഥകളിലൊക്കെ നിങ്ങൾക്ക് നീതി ലഭിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിയമസഹായം തേടുന്നതാണ്. ധർമ്മപ്രവർത്തികളും ധീരപ്രവർത്തികളും ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്നതാണ്. ഈ
വർഷത്തിന്റെ പകുതിയോടുകൂടി അനാവശ്യമായിട്ടുള്ള ആദിയും ദുശംശയും ഒക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആകുന്ന ഒരു സമയമാണ് ഈ വർഷം പകുതിയോടുകൂടി. സമർപ്പിക്കുന്ന അപേക്ഷകൾക്കൊക്കെ അംഗീകാരം ലഭിക്കുന്നതാണ്. സാധു കുടുംബത്തിലെ കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിനുള്ള അവസരമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ്. സമാന പദ്ധതികളിലും നെറുക്കെടുപ്പിലുമൊക്കെ ഈ വർഷത്തിന്റെ പകുതിക്ക് ശേഷം നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നതാണ്. ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുന്നതാണ്. ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഈ സമയത്ത് നിങ്ങളെ പിടിപെടുന്നതാണ്. അതിനൊക്കെ ചികിത്സ അന്നേരം തന്നെ തേടേണ്ടതാണ്. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ് മേഖലയിലൊക്കെ നിങ്ങൾക്ക് പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പണം കയ്യിലേക്ക് വരുന്നത് കൊണ്ട് അധിക ചെലവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് നിയന്ത്രിക്കേണ്ടതാണ്. ചില ആളുകളുടെയൊക്കെ അതൃപ്തി മൂലം കുടുംബത്തിൽ നിന്നൊക്കെ മാറി താമസിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു വീട് സ്വന്തമായിട്ട് വാങ്ങി താമസിക്കാനോ ഒക്കെയുള്ള യോഗം നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. ഈശ്വര പ്രാർത്ഥനകൾ കൊണ്ടും ചിന്തിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടും അബദ്ധങ്ങളൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒഴിവായി കിട്ടുന്നതാണ്. ദാമ്പത്തിക സുഖമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈ 2026 പകുതിക്ക് ശേഷം വിവാഹ ഭാഗ്യം നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് വിവാഹമാകാതിരുന്നവരൊക്കെ പരിശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. ഉപകാരം ചെയ്തു കൊടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും വിരോധികളായിട്ട് മാറുന്നതാണ്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് ചില അപമാനങ്ങളൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് ഈ വർഷം അവസാനമാകുമ്പോഴേക്കും. അതൊന്ന് ശ്രദ്ധിക്കണം. വിദേശത്ത് ജോലിയുള്ളവരൊക്കെ വികസിത രാജ്യങ്ങളിലൊക്കെ സ്ഥിരമായി താമസിക്കാനുള്ള ഒരു തീരുമാനമൊക്കെ എടുക്കുന്ന ഒരു സമയമാണ്. വളരെ നല്ല തീരുമാനമാണ്. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശ യാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയം വന്നു ചേരുന്നുണ്ട്. സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പ്രയത്നിക്കുകയാണെങ്കിൽ ഈ വർഷം അത് സാധിക്കുന്നതാണ്. ഈ വർഷം അവസാനമാകുമ്പോഴേക്കും ഏറ്റെടുത്ത ദൗത്യം വിജയപഥത്തിൽ എത്തിക്കാനായിട്ട് കുറച്ച് പരിശ്രമമൊക്കെ വേണ്ടി വരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുന്നതിൽ നിങ്ങൾ മുൻപുണ്ടായിരുന്ന ഉദ്യോഗത്തിലൊക്കെ പുനർനിയമനം ലഭിക്കുന്നതാണ്. ചില വിവാദങ്ങളിലൊക്കെ പെട്ട് സർക്കാർ ജോലിയിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെട്ടവർക്ക് ഒരു ആശ്വാസമായിട്ടുള്ള ഒരു ഉത്തരവൊക്കെ വരുന്നതാണ്. കലാകായിക രംഗങ്ങളിലൊക്കെ ഉള്ളവർക്ക് വിജയമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ വർഷം അവസാനം. ജലവുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ വർഷം അവസാനം സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാകുന്നതാണ്. അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കാനായിട്ട് അഹോരാത്രമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. അർഹമായിട്ടുള്ള അംഗീകാരങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. സഹജമായിട്ടുള്ള കഴിവുകൾ നിങ്ങൾക്ക് പ്രകടിപ്പിക്കുവാൻ അവസരമുണ്ടാകും. അതിൽ നിന്ന് പ്രതീക്ഷിച്ച സാമ്പത്തിക നേട്ടം ഉണ്ടാകുകയും ചെയ്യും. ആരോഗ്യമൊക്കെ തൃപ്തികരമായിരിക്കും. ഉപരിപഠനത്തിന് സഹപാഠികളോടൊപ്പം ചേരുവാനൊക്കെ സാധിക്കുന്നതാണ്. സഹപ്രവർത്തകരുമായിട്ട് വളരെ യോജിച്ച് മുന്നോട്ട് പോവുകയും അതിലൂടെ ചില പദ്ധതികളൊക്കെ രൂപകൽപ്പന ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ വർഷം അവസാന മാസം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അശ്രദ്ധ കൊണ്ട് ദേഹത്ത് മുറിവുകളും വീഴ്ചകളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. സന്താന ഭാഗ്യമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാനുള്ള ഒരു ഭാഗ്യവും ഉണ്ടാകുന്നുണ്ട്. ഉത്രാടം നക്ഷത്രക്കാരുടെ ചൈനീസ് അസ്ട്രോളജി പറയുകയാണെങ്കിൽ ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു വർഷമാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് പ്രാർത്ഥന കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സർവ്വകാര്യ വിജയമാണ് കാണുന്നത്. അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.